നല്ലൊരു സ്പോർട്സ് ഡ്രാമയായിട്ടാണ് ദാവീദ് ഫീൽ ചെയ്തത്. അത്ര പ്രതീക്ഷയില്ലാതെയാണ് ഈ ഒരു മൂവിക്ക് പോയത്. ബട്ട് നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടം തന്നെയാണ്. കാരണം ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു പെർഫോമൻസ് ആയാലും ശരി, ഇപ്പോൾ പെപ്പെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ടുകളൊക്കെ പല സീനുകളിലും കാണാനുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആഷിക് അബു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ബോക്സിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ടാണ് വീണ്ടും ബോക്സിംഗ് വീണ്ടും തിരഞ്ഞെടുക്കാൻ കാരണം എന്നുള്ള ഒരു സ്റ്റോറിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ ലീഡും ഉണ്ടാവുന്ന ചില ടേൺ ഓഫ് ഇവന്റ്സും ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂവിയിൽ ത്രൂ ഔട്ട്. ആൻഡ് ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക് ആയാലും ശരി, ഈ ഒരു ജോണറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മ്യൂസിക് ആയിരുന്നു. ആൻഡ് ഈ BGM പല സ്ഥലങ്ങളും കൊണ്ട് പ്ലേസ് ചെയ്തതും ചില എലിവേഷൻ സീൻസുകളെല്ലാം നന്നായിരുന്നു, പ്രത്യേകിച്ച് വിജയരാഘവന്റെ ഒരു പെർഫോമൻസ്. ആൻഡ് അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കിട്ടുന്ന ക്യാരക്ടറിനെ പൊളിച്ചടുക്കി കയ്യിൽ തരാമെന്നാണ് അവിടുത്തെ 100% ഗ്യാരണ്ടി. അത് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. വളരെയധികം നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സിംഗ് ട്രെയിനറിന്റെ ആ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് അത് എവിഡന്റ് ആവുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. കാരണം അതിലുണ്ടാവുന്ന ചില ടാക്ടിക്സുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഓക്കെ, ഇദ്ദേഹം ഒരു അത്യാവശ്യം നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സിംഗ് ചാമ്പ്യൻ ആണ് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുമായിരുന്നു. ആൻഡ് ഈ സിനിമയിൽ പലയിടത്തും അത് തോന്നിയിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് ഒക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഹെൽപ്പ് ചെയ്തത്. ആൻഡ് ഇതിലത്തെ ആ ഒരു ആന്റഗോണിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ഒരു ആക്ടർ, ഒരു ഈജിപ്ഷ്യൻ ആക്ടർ, അദ്ദേഹം തന്നെ ആ ഒരു ബോഡിയിലായാലും ശരി, ആ ഒരു ഫിസിക്കലായാലും ആ ഒരു ഡയലോഗ് ഡെലിവറിയിലായാലും ഒക്കെ അതിന്റെ ആ ഒരു നല്ലൊരു ഫീൽ അവിടെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതിന്റെ ആ ബോക്സിംഗ് സീക്വൻസുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജോണറിൽ ഒരു മൂവി എങ്ങനെയാണോ എടുക്കേണ്ടത് അത് നല്ല രീതിയിൽ തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ചില സബ് ടൈറ്റിൽ പ്ലേസ് ചെയ്യായിരുന്നു എന്നുള്ളൊരു സജഷൻ എനിക്കുണ്ട്. ആൻഡ് അതർവൈസ് നല്ലൊരു തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ് ദാവീദ്. പടം കണ്ടവരെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.